ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ഫ്രോങ്സ്. കുറേ നാൾക്ക് ശേഷം നമ്മൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. ഫ്രോങ്സിൻ്റെ ഒരു വർഷമായിരുന്നു കഴിഞ്ഞ 27-ാം തീയതി. നമ്മൾ 31-ാം തീയതിയാണ് ഈ വീഡിയോ ഇപ്പോൾ എടുക്കുന്നത്. വാഹനം ഓടിച്ചു തുടങ്ങുന്ന പലർക്കും, അല്ലെങ്കിൽ വാഹനം ഓടിച്ചൊരു 4th ഗിയർ വരെയൊക്കെ സ്മൂത്തായിട്ട് ഇട്ട് ഓടിച്ച് ശീലിച്ച പലർക്കും 5th കയറുമ്പോൾ ഉള്ളൊരു പേടി മാറ്റുന്നതിനെ കുറിച്ചുള്ളൊരു കാര്യമാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത്. നമ്മൾ ഫസ്റ്റ് ഇങ്ങനെ ഇടുന്നു, അതുപോലെ സെക്കൻഡ് ഇടുന്നു, ഓക്കെ, തേർഡ്, ഫോർത്ത്. ഞാനിപ്പോൾ ക്ലച്ച് ഔട്ട് പിടിച്ചേക്കുന്നത് നല്ല സ്മൂത്തായിട്ടാണ് പോകുന്നത്. അപ്പോൾ അതുപോലെ ഞാൻ 5th ഇട്ടു. ഓക്കെ, ഇപ്പോൾ 5th വണ്ടി കിടക്കുന്നത്. വണ്ടി ഓഫ് ആയതുകൊണ്ട് ഞാൻ ജസ്റ്റ് ക്ലച്ച് കാല് മാറ്റി 5th വണ്ടി കിടക്കുക. എല്ലാവർക്കും ഉള്ളൊരു പേടി വെച്ചാൽ ഇപ്പോൾ 5th നമ്മൾ ഈ ഗിയറിൽ 5th ഗിയറിൽ നമ്മൾ അത്യാവശ്യം സ്പീഡിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് ഇങ്ങനെ തട്ടി ഇടുമ്പോഴത്തേക്ക് റിവേഴ്സിലേക്ക് വരുമ്പോൾ ആ പേടി മാറ്റാൻ വേണ്ടിയിട്ടുള്ളൊരു കാര്യം ഞാൻ പറയുന്നത്, ബൈഡ് ഹോൾഡ് ഇപ്പോൾ നിങ്ങൾക്ക് കാണാം, ഞാൻ ജസ്റ്റ് ഇങ്ങനെ തട്ടിയിട്ട് ഫോർത്തിലോട്ട് ആക്കുകയാണെങ്കിൽ ജസ്റ്റ് തട്ടുമ്പോൾ തന്നെ നമ്മുടെ ഗിയറിൻ്റെ ആ ടെമ്പർ കൊണ്ട് തന്നെ നമ്മൾ നടുക്കോട്ട് വരും, കറക്റ്റ് നോട്ടിൽ തന്നെ നിൽക്കും. ഇത് കൂടാതെ ഇനിയിപ്പോൾ ഞാൻ 5th ഇങ്ങനെ പിടിച്ചേക്കാണ്, ഇങ്ങോട്ട് എടുത്തിട്ട് നേരെ റിവേഴ്സ് ഇടാൻ നോക്കിയാൽ വരത്തില്ല. ഇപ്പം ഞാൻ മാക്സിമം വലിക്കുന്നുണ്ട്, പക്ഷേ ബാക്കിലോട്ട് വരത്തില്ല. അവർക്ക് അറിയാവുന്നൊരു കാര്യമാണ്, അറിയാത്തവർക്ക് വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അങ്ങനെ വിട്ടതിന് ശേഷം മാത്രമേ റിവേഴ്സ് ഇടാൻ പറ്റുള്ളൂ. ഇപ്പോൾ റിവേഴ്സ് വീണിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ആ പേടി ആർക്കും വേണ്ട. നിങ്ങൾ 4th വരെ കംഫർട്ടബിൾ ആയതിനു ശേഷം നിങ്ങളുടെ വാഹനം 5th പോകേണ്ട സ്പീഡ് ഉണ്ടെങ്കിൽ മാത്രം 5th ഇടുക. 5th ഇടുമ്പോൾ ഏറ്റവും നിങ്ങൾ ആലോചിക്കേണ്ട ഒരു കാര്യം, അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാക്സിമം സ്പീഡ് എടുക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ കോൺഷ്യസ് ആയിട്ടായിരിക്കണം ഡ്രൈവ് ചെയ്യുന്നത്. പെട്ടെന്നൊരു വളവൊക്കെ വരികയാണെങ്കിൽ അഡ്വാൻസ്ഡ് ആയിട്ട് നമ്മൾ സ്പീഡൊക്കെ കറക്റ്റായിട്ട് കുറക്കുക, 4th-ലോട്ടും 3rd-ലോട്ടും ഒക്കെ കൊണ്ടുവരിക. ഇത് ജസ്റ്റ് ഒരു ടിപ്പായിട്ട് മാത്രം പറയുന്നത്. ഡ്രൈവിംഗ് പരിശീലനവും ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ളത് മാത്രം ഇങ്ങനെയുള്ള കാര്യങ്ങൾ പ്രാക്ടീസ് ചെയ്താൽ മതി, അല്ലെങ്കിൽ നിങ്ങളുടെ ഡ്രൈവിംഗ് സ്കൂളിലൊക്കെ പോയി പഠിക്കുക. ഇത് നിങ്ങൾക്കൊരു ടിപ്പായിട്ട് വേണ്ടി മാത്രം പറഞ്ഞാണ്. 5th നിന്ന് 4th ഇടുന്ന ഒരു ഗിയർ ഒരിക്കലും റിവേഴ്സിലേക്ക് പോയി വീഴുകയില്ല.